ഓക്കെ. ഞാൻ കേരളത്തിലാണ് ജനിച്ചു വളർന്നത്. കവുങ്ങുംപറയാർ എന്ന് പറയും. എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്ന്. ഓക്കെ. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കേരളത്തിൽ കഴിഞ്ഞ ശേഷം ഞാൻ ഡൽഹിക്ക് പോയി. ഡൽഹിയിലാണ് നേഴ്സിംഗ് സ്കൂൾ പരിശീലനം കിട്ടിയത്. ലേഡി ഹാർഡിങ് മെഡിക്കൽ കോളേജിലായിരുന്നു. പ്രൈമറി സ്കൂളൊക്കെ നാട്ടിൽ വെണ്ണിക്കുളമായിരുന്നു ഹൈസ്കൂള് പോയത്. അത് കഴിഞ്ഞ് ഞാൻ ഹൈസ്കൂൾ പാസ്സായി കഴിഞ്ഞ് ഫ്യൂ മന്ത്സ് ഞാൻ മാംഗ്ലൂരിലുണ്ടായിരുന്നു. എൻ്റെ പേരൻസൊക്കെ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. ഡൽഹിയിൽ പോയി നേഴ്സിങ്ങിന് 4-5 വർഷം നേഴ്സിംഗ് അവിടെ കഴിഞ്ഞ് അവിടുന്ന് ഞാൻ ഒക്കെ ലോങ് സ്റ്റോറിയാണ്. നേഴ്സിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ കാനഡയ്ക്ക് പോയി. കാനഡയിലൊരു അഡ്മിഷൻ കിട്ടി, അവിടെ പോയി. അതായത് 1969. അത് കഴിഞ്ഞ് കാനഡയിൽ 2 വർഷം കഴിഞ്ഞ് ശേഷം ഞാൻ ഇന്ത്യയിൽ പോയി. കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം 71 ഞാൻ തിരിച്ചു വന്ന് അത് കഴിഞ്ഞ ശേഷം കാനഡയിൽ നിന്ന് ഞാൻ ന്യൂയോർക്കിന് വന്നു. ന്യൂയോർക്കിലായിരുന്നു ഒരു 40 വർഷത്തോളം. ന്യൂയോർക്ക് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്ത്. ന്യൂയോർക്ക് ഹോസ്പിറ്റൽ കോർണൽ മെഡിക്കൽ സെൻറ്ററിൽ ഞാൻ RN ആയിട്ടാണ് അവിടെ ജോലി ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് പേഷ്യൻ്റ് കേസ് മാനേജറായിട്ട് ജോലി ചെയ്തു. പിന്നെ 1998 ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഹ്യൂസ്റ്റണിൽ വന്നു. ഹ്യൂസ്റ്റണിൽ വന്നിട്ട് 14 വർഷമായുള്ളൂ. ശരി. അമ്മമ്മ ഈ അമേരിക്കയ്ക്കോ കാനഡയ്ക്കൊക്കെ വരുന്നതിന് മുമ്പേ അമ്മമ്മയുടെ പ്രൈമറി വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഓർമ്മകൾ എന്തെങ്കിലും, അന്നത്തെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്തൊക്കെ പഠിപ്പിക്കുമായിരുന്നു, ഓർമ്മ വല്ലതും ഉണ്ടോ? എത്ര മണിക്കൊക്കെ പോകണമായിരുന്നു? അതൊക്കെ വലിയ രസമാണ്. പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു 1.5 മൈലോളം നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ വളരെ രസകരമായ. ആ സ്കൂള് ഏത് സഭയുടെ വല്ലതുമായിരുന്നോ? ചെയർമാനായിരുന്നു. എൻ്റെ പേര് മിസ്സസ് എലിയാമിസ് സാമുവൽ കുഞ്ഞുമോളെന്ന് അറിയപ്പെടുന്നു. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിച്ചത് കവുങ്ങുംപ്രയാറ്റാണ്, ഒരു പബ്ലിക് സ്കൂളായിരുന്നു. അത് കഴിഞ്ഞ് ഹൈസ്കൂള് ഞങ്ങൾ വെണ്ണിക്കുളത്താണ് പഠിച്ചത്. ഞാൻ അത് യാക്കോബ സഭയുടെ സ്കൂളായിരുന്നു, സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചേർച്ച് വെണ്ണിക്കുളം. അവിടുത്തെ സ്കൂളിലായിരുന്നു ഹൈസ്കൂൾ പഠിച്ചത്. അവിടെ 1.5-2 മൈലോളം നടന്നായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, ആങ്ങളെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എവരിഡേ 2 മൈലോളം നടന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ കവുങ്ങുംപ്രയാർ വെണ്ണിക്കുളത്ത് നിന്ന് എങ്ങോട്ട് പോകുന്നു? തടിയൂർക്ക് പോകുന്ന ഭാഗമാണോ? അല്ല, തിരുവല്ലായ്ക്ക്. തിരുവല്ലായ്ക്ക്. ആറിൻ്റെ സൈഡിലോട്ട് പോകുന്ന, കോമളം സൈഡിലോട്ട് പോകുന്നത് അല്ലേ? ഓക്കെ. നടന്നാണ് സ്കൂളിൽ പോകുന്നതൊക്കെ. കളരിയിലൊക്കെ പോയിട്ടുണ്ടോ? അന്ന് കളരി ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ആശാൻ പള്ളിക്കൂടോ കളരിയോ ഓലയിൽ എഴുതിയിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം വളരെ രസമാണ്.
ഐ വാസ് ഒരു 3 വയസ്സുള്ളപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവൾ സ്കൂളിൽ പോകുന്നപ്പോൾ എനിക്കും പോകണമെന്ന് പറഞ്ഞുള്ള നിർബന്ധം പിടിച്ച് അന്നേരം കൊണ്ട് സ്കൂളിൽ ചേർത്തന്നെ കളരിയിൽ 3 വയസ്സിൽ. എൻ്റെ ഉപ്പാപ്പന എനിക്ക് 2 വയസ്സ് കൂട്ടി പറഞ്ഞു കൊടുത്താണ് സ്കൂളിൽ ചേർത്തത്. ബിക്കോസ് അത്രയ്ക്ക് നിർബന്ധമായിരുന്നു എനിക്ക് പോകണമെന്ന്. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് വെണ്ണിക്കുളം അല്ല മുമ്പായിട്ടുള്ള പ്രൈമറി സ്കൂളിൽ നടന്ന് പോയി. അന്നത്തെ ടീച്ചേഴ്സൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ളൊരു ടീച്ചറായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ. എൻ്റെ ഫാദറിൻ്റെ പേര് തോമസ് വർക്കി കൊച്ചുകുഞ്ഞെന്നറിയപ്പോഴും. അമ്മച്ചിയുടെ പേര് മറിയക്കുട്ടിയായിരുന്നു. ചേന്നങ്കേരി. വീട്ടുപേര് ഞങ്ങളുടെ പാരുമണ്ണിൽ ഒരു വീട്. എൻ്റെ അമ്മച്ചിയുടെ വീട്ടുപേര് ചെറിയാട്ടുശ്ശേരിലെ ചേന്നങ്കേരി. അവിടെയാണ് ഞാൻ ആക്ച്വലി ജനിച്ചത്. പിന്നെ യു പി സ്കൂളിലോട്ട് പിന്നെ എവിടെയാ പോയത്? 1 വരെ 4 വരെ അല്ലേ കവങ്ങും പ്രയർ പഠിച്ചേ? 5 വരെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെണ്ണിക്കുളം സെൻറ്റ് ബെഹനാൻസി വന്നു. അവിടെ 10 വരെ പഠിച്ചു. അന്നത്തെ ഏതെങ്കിലും സാർമാരെ ഓർമ്മയുണ്ടോ? അവരെയൊക്കെ എങ്ങനെയാ മറക്കുക? ഏതെങ്കിലും ഒരു പേര്, വീട്ടുപേരോ അറിയാവുന്ന സാർമാരോ ഹെഡ് മാസ്റ്ററോ ഒന്ന് പറയാമോ? ജോയ് സാറുണ്ട്, മാത്യു സാറുണ്ട്. ജോയ് സാറ് അല്ല മതി, അത് മതി, അത്രയും മതി. അന്നൊക്കെ ഏത് സബ്ജക്റ്റ് ആയിരുന്നു കൂടുതൽ താല്പര്യം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കണക്കോ സയൻസോ ഹിസ്റ്ററിയോ അങ്ങനെ വല്ലതും പറയാനുണ്ടോ? എനിക്ക് അങ്ങനെ ഇതൊന്നും പറയാനില്ല. പക്ഷെ എല്ലാത്തിനും ആവറേജ്, എല്ലാത്തിനും എബോ ആവറേജ്. ശരി. കാര്യം വീട്ടിൽ വരുമ്പോൾ ഒന്നും പഠിക്കാനൊന്നും അത്രയൊന്നും സൗകര്യം ഉണ്ടായിരുന്നില്ല. വരുന്നുണ്ടെ പശുവിന് പുല്ല് പൊടിച്ചു കൊടുക്കുക പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും സ്കൂളിലെല്ലാ സബ്ജക്റ്റിനും ഞാൻ നന്നായിട്ട്. ഏത് വർഷമാണ് അന്ന് 10ാം ക്ലാസ് SSC പാസ്സായതെന്ന് ഓർമ്മയുണ്ടോ? 10ാം ക്ലാസ് എന്ന് പറയുന്നത് അത് 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എൻ്റെ പേരൻസൊക്കെ മൈസൂരിന് മൂവ് ചെയ്തു. ശരി. അപ്പോൾ ഒരു വർഷം ഞാൻ നേരണം കടപ്പുറ ഹൈസ്കൂളിൽ ഒരു വർഷം പോയി. ശരി. അപ്പോൾ അവിടെ നിന്നാണ് പരീക്ഷ എഴുതുന്നത്. 10ാം ക്ലാസ് പരീക്ഷ. അമ്മാമ്മ മൈസൂറിന് പോയില്ല? അല്ല, അത് കഴിഞ്ഞാൽ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പോയി. അവരെന്തിനാ മൈസൂറിന് പോയത്? അവിടെ അന്ന് അങ്ങോട്ട് ഉണ്ടായിരുന്നു പറഞ്ഞൊരു മൈഗ്രേറ്റ് ചെയ്ത. ശരി. എൻ്റെ അമ്മാച്ചന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങോട്ട് പോയി. കർഷകരായിരുന്നു അവിടെ. കുറേ ഏക്കറൊക്കെ. അവിടുത്തെ കൃഷികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം നല്ല. എൻ്റെ ഫാദർ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ പുള്ളി വളരെ കൃഷിക്കാരനായിരുന്നു. പുള്ളിക്ക് ഹി കുഡ് കം ബാക്ക്. ശരി. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോയത്. ശരി. ഒത്തിരി ഫാമിലി ഉണ്ടായിരുന്നു. അമ്മാമ്മയ്ക്ക് എത്ര സഹോദരങ്ങളും സഹോദരിമാരാ? ഞങ്ങൾ 7 പേരുണ്ട്. എൻ്റെ അച്ചാച്ചനും അമ്മച്ചിക്കും 7 മക്കൾ. അതിൽ ഒരാളറിയാതില്ല, തമ്പി. അറിയാം, മൈസൂർ തമ്പി. അതെ. അവൻ എൻ്റെ നേരെയുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവൾ മരിച്ചുപോയി. ഇവിടെ ന്യൂയോർക്കിലായിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ. രണ്ടാമത്തായിരുന്നു തമ്പി. മൂന്നാമത്തെ രാജു ഇവിടെ ഉണ്ട് ന്യൂയോർക്കിൽ. ശരി. 4മത്തെ ഓമന അവൾ ഇവിടെ ഉണ്ട്. ഇവിടെ 5 സുശീല, അവള് ഇപ്പം ന്യൂജേഴ്സിയിലാണ്. പിന്നെ ഇളയത് റോയ്, അവൻ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് നാള്. പിന്നെ എൻ്റെ പേരൻസിനെയൊക്കെ നോക്കുന്ന കെയർ ഓഫിൽ നാട്ടിൽ പോയി. അവരങ്ങ് പോയി, തിരിച്ചു പോയി. പുള്ളിയുടെ ഫാമിലി നാട്ടിലാണ്. മക്കളൊക്കെ? മക്കളും ഉള്ളതെല്ലാം നാട്ടിൽ തന്നെ, ബാംഗ്ലൂരിൽ. പിന്നെ ഹൈസ്കൂളിൽ എന്തെങ്കിലും രസകരമായ ഓർമ്മകൾ അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഉണ്ടോ? കലോത്സവങ്ങളോ ഉത്സവങ്ങളോ?
ഇത് എന്തുവാ ഞങ്ങൾ ആ, എന്നാ വാർഷികത്തിനൊക്കെ ആഹാ എന്തോ ഒരു വാരം ഉണ്ടല്ലോ, സേവനവാരോ അല്ല അതിനൊക്കെ വളരെ ഇതായിരുന്നു. ആക്റ്റീവായ NSSൽ. ആ ഹാ. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ മൈസൂറിന് പോയി. പിന്നെ അവിടെ കർണാടകയിൽ പഠിച്ചോ? ഇല്ല. ഇല്ല, പിന്നെ കർണാടകയിൽ ഒരു വർഷത്തോളം ഞാൻ അവിടെ താമസിക്കേണ്ടി വന്നു. താമസിച്ചു. കന്നഡ അറിയാവോ? കുറച്ചൊക്കെ മനസ്സിലായി, അന്നേരമൊക്കെ പറയായിരുന്നു. പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിക്ക് പോയി. എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു അവിടെ. ഷി വാസ് ദ മെയ്റ്റൻ ഓഫ് നേഴ്സിംഗ് സ്കൂൾ ഇതിൽ. ശരി. അപ്പോൾ ഷീ ടുക്ക് മീ ദെയർ. അപ്പം ഞാൻ ഡൽഹിയിൽ പോയി നേഴ്സിംഗ് പഠിച്ച്. ഷി വാസ് മൈ സെക്കൻഡ് മദർ. ശരി. എത്രാമത്തെ വയസ്സിലാണ് ഡൽഹിക്ക് പോകുന്നത് ഓർമ്മയുണ്ടോ? 18 കഴിഞ്ഞു അപ്പോഴത്തേക്ക്. അന്നൊക്കെ നേഴ്സിങ്ങിനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എടുക്കുമായിരുന്നു. വേറെ പഠിക്കൊന്നും വേണ്ട. എൻ്റെ ആൻറ്റി ഉണ്ടായിരുന്നു എൻ്റെ വലിയ ഹെൽപ്പ്. ചിലരൊക്കെ എൻ്റെ കൂടെ പഠിച്ച പലരും ഉണ്ട് ഇവിടെ. തൊടുപുഴയിൽ നിന്നൊരു 5-10 പിള്ളേരുണ്ട് ഇവിടെ. ഇവിടെ തന്നെ ഉണ്ട്. അറിയില്ല, തൊടുപുഴക്കാരിലും അല്ല എൻ്റെ വീട് കറക്കിച്ചാല, എനിക്കറിയില്ല. ഡൽഹിയിൽ 3 വർഷം പഠിച്ചു. 3.5 വർഷം പഠിച്ചു. 4 വർഷം ഉണ്ടായിരുന്നു. 4 വർഷം പഠിച്ചു. നഴ്സിംഗ് കഴിഞ്ഞ് മിഡ്വൈഫറിയും കഴിഞ്ഞ്. അന്ന് ഹിന്ദി പ്രയാസം ഉണ്ടായിരുന്നോ? ആദ്യം ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങ് തോടെ പറഞ്ഞല്ലേ. ഓക്കെ. ഡൽഹിയിൽ രസകരമായ എന്തെങ്കിലും അനുഭവം? അന്നൊക്കെ യാത്രകളൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു? നാട്ടിൽ നിന്ന് പോകുന്നതൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഓർമ്മയിലുള്ള 1-2 സംഭവങ്ങൾ. ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് എന്തോ അറിയാം, ഈ ഹിന്ദിയൊക്കെ അതെ വളരെ പ്രയാസമായിരുന്നു. പക്ഷേ ഓരോരുത്തടത്തും ദൈവം എന്നെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. കാത്ത് സൂക്ഷിച്ചു. അങ്ങനെ അന്നത്തെ ട്രെയിൻ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ കൽക്കരി വണ്ടി ആണല്ലോ. 3-4 ഇടത്തൊക്കെ മാറിയൊക്കെ അല്ലേ പോകുന്നത്. ഝാൻസിയിലും ഒക്കെ ഇറങ്ങി കയറി ഇട്ടാർസിയിലും ഒക്കെ മാറി അല്ലേ? ഓർമ്മയുണ്ടോ എന്തെങ്കിലുമൊക്കെ? എനിക്ക് എൻ്റെ ഒരു നാട്ടുകാരിയല്ല, കുറുപ്പന്തറക്കാരി ഒരു സ്ത്രീ 2 പേരുണ്ടായിരുന്നു. ശരി. അവർ ഈ പറഞ്ഞ ഒരു ഹാപ്പൻ ടു ബി they were also going to the same hospital I was going. അപ്പോൾ ട്രെയിനിൽ അങ്ങനെ ഒരിക്കലും കൂട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കൊന്നും യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അല്ല, ഒന്നും വളരെ അപൂർവ സന്ദർഭങ്ങളിൽ. അന്നേരം റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ എൻ്റെ ആൻറ്റി വാസ് സപ്പോസ് ടു ബി ദെയർ. ഐ ലുക്ക്ഡ് അറൗണ്ട്. പുള്ളിക്കാരിയെ കണ്ടില്ല. പിന്നെ ഇവർ പറഞ്ഞു, കുഞ്ഞോളൊന്നും വിഷമിക്കണ്ട, ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി ആൻറ്റിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ട് എന്നെ ഇവിടെ ഏൽപ്പിച്ചേച്ചാൽ പോയി. അതിന് ഞാൻ ചെല്ലുന്നതിന് ഒരു 1/2 മണിക്കൂർ മുന്നേ പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എന്നെ കാണാൻ വീട്ടിൽ വന്നിരിക്കുക. അന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ നമുക്ക്. ഫോൺ വല്ലതും ചെയ്യാൻ. അതെ. ഇനിവേ പിന്നെ പുള്ളിക്കാരിയോട് കുറച്ച് നാൾ താമസിച്ച് എന്നിട്ടാണ് പുള്ളിക്കാരിയാണ് എന്നെ നഴ്സിങ്ങിന്. അത് പുള്ളിക്കാരി വില്ലിംഗ്ടണിലായിരുന്നു. നമുക്കറിയാവും, വില്ലിംഗ്ടൺ ഹോസ്പിറ്റലായിരുന്നു. ഷി മേറ്റൻ. എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ച് കിട്ടിയത് ലേഡി ഹാർഡിങ് മെഡിക്കൽ കോളേജ്. അവിടെ അന്നത്തെ ലേഡീസിൻ്റെ ഇതുള്ളത് ഷീ ഹെൽപ്പ് മീ എ ലോട്ട്. അങ്ങനെ അവിടെ പോയി. ആദ്യമൊക്കെ പഠിക്കാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. സയൻസൊക്കെ, ഹിന്ദിയും സയൻസും. അതെ. പിന്നെ അനാറ്റമിയൊക്കെ വന്നപ്പം കുറേയൊക്കെ. പക്ഷേ എല്ലാം ജയിച്ചു. അങ്ങനെയൊക്കെ പാസ്സായി. ആ 3.5 വർഷം കൊണ്ട് അമ്മാമ്മ 4 വർഷം. പിന്നെ ഡൽഹി പിന്നെ ജോലി വല്ലതും ചെയ്തോ? അത് കഴിഞ്ഞ് ബോണ്ട് വല്ലതും പാസ്സായി കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഞാൻ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാ ജോലിക്ക് പോയത്? ഞാൻ പോയത് ENT യിലോട്ട്. അവിടുത്തെ മേറ്റനുണ്ടായിരുന്നു, അത് എൻ്റെ ആൻറ്റിയുടെ ഫ്രണ്ടായിരുന്നു. പാസ്സായെന്ന് പറഞ്ഞാലും ഉടനെ എനിക്ക് ജോലി കിട്ടി. എന്നിട്ട് പുള്ളിക്കാരി അറേഞ്ച് ചെയ്ത് തന്നെ. എനിവേ അവിടെ ചെന്ന്
അവിടെ എത്ര നാൾ ജോലി ചെയ്തു ഓൾ ഇന്ത്യയിൽ? ഒരു 1-2 വർഷത്തോളം കഷ്ടിച്ച്. അപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് കാനഡയിൽ നിന്ന് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാനുള്ള. അവിടെ ഏത് പ്രോഗ്രാമിന് എങ്ങനെയാ വന്നത്? ഞാൻ ആക്ച്വലി ഇമിഗ്രൻ്റ് ആയിട്ട് തന്നെ കിട്ടി. ഓക്കെ, കാനഡയിൽ ഇമിഗ്രൻ്റ് ആയിട്ട് വരികയാണ്. പക്ഷെ അവിടെ പഠിക്കാനാണ് വരുന്നത്? അല്ല, ജോലിക്കാണ്, നേഴ്സായിട്ട് ജോലി ആറെണ്ണായിട്ട് വരികയാണ്. പരീക്ഷ ഇവിടെ വന്ന് അവിടെ വന്നൊരു 1-2 പരീക്ഷ എഴുതണമായിരുന്നു. പക്ഷേ എനിക്ക് അവിടുന്ന് കിട്ടിയാ വന്നത്. ആദ്യം കാനഡയ്ക്ക് തന്നെയാണ് വന്നത്? അതൊക്കെ പറഞ്ഞ യെസ്, ഐ ഡിഡ്ന്റ് ഹാവ് എനിബഡി ടു ഈവൻ ടേക്ക് മീ ഫ്രം ദ എയർപോർട്ട്. ഏത് സ്ഥലത്തോട്ടായിരുന്നു വരേണ്ടത്? ഞാൻ പോയത് മോൺട്രിയൽ, ടൊറന്റോയിൽ തന്നെയാണ്. ഓക്കെ, ഡൗൺ ടൗണിൽ തന്നെ. ഓക്കെ. എനിക്ക് അന്നേരം പറയുന്ന പോലെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പക്ഷെ എൻ്റെ കൂടെ ഓൾ ഇന്ത്യ ജോലി ചെയ്ത ഒരു പെണ്ണ് അങ്ങോട്ട് പോയിരുന്നു. ശരി, ആ റെഫറൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അവിടെ എങ്ങാണ്ടുണ്ടായിരുന്നു, അവിടെ എവിടെയാണെന്ന് അറിയില്ല. ശരി, അങ്ങനെ ഒരു നിലയിലാണ് പോകുന്നത്. എനിവേ, അന്ന് എയർപോർട്ടിൽ ചെന്നിട്ട് ഓണസ്റ്റ്ലി ഐ ഡിഡ്ന്റ് ഈവൻ ഹാവ് എനിബഡി ടു റിസീവ് മീ. എന്നിട്ട് അവിടെ ചെന്ന് ഒരു എയർപോർട്ടിലൊരു സ്ത്രീയോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്നതാ സംഭവം, എനിക്ക് ഇന്ന ഹോസ്പിറ്റലിൽ പോകണം. അന്നേരം പറഞ്ഞു നീ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു അന്നേരം എന്താ നമുക്ക് ഗുരുത്വത്തിന് കുറച്ച് പൈസ നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ പൈസ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു അതിൻ്റെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ക്യാബ് എടുത്ത് അറേഞ്ച് ചെയ്ത് തന്നാൽ. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു ഫ്രൈഡേ ഈവനിങ്ങിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഓർത്ത് നോക്ക്, ഫ്രൈഡേ ഈവനിങ് എല്ലാവരും ക്ലോസ് ചെയ്ത് പോയി വീട്ടുകളിൽ, വീക്കെൻഡായി. നമുക്കത് വല്ലതും അറിയോ? അവിടെ ചെന്നേച്ച് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ജോലി ചെയ്യുമെന്ന്. ശരി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സംഭവം, എനിക്ക് ഇങ്ങനെ വേറെ ആരും ഇല്ല ഇവിടെ എന്ന് പറഞ്ഞു. അവർ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്നിട്ടുണ്ട്. അവർ പിന്നെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ക്യാബ് പിടിച്ചിട്ട് എന്നെ അങ്ങോട്ട് വിട്ടു. അത് എത്ര ദൂരം ഉണ്ടായിരുന്നു? വലിയ ദൂരം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ വീട്ടിൽ ചെന്ന് അവക്കാണെ ആ പടെ ഇത്രയും ഒരു റൂം മാത്രം ഉണ്ടായിരുന്നു. അന്ന് അവിടെ കുടിയേച്ച് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞിട്ട് സാരമില്ല, നമുക്ക് ഒരിടത്ത് പോകാമെന്ന് പറഞ്ഞു. അവരുടെ നാട്ടുകാരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അവിടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അല്ല, എന്നെ പരിചയപ്പെടുത്തി. പുള്ളിക്കാരി ജോലി ചെയ്യുന്നത് ട്രാൻസ്ജെൻഡറിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് എന്നെ അവ കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ സബ് തന്നെ എടുത്തിട്ട് തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. അന്ന് ചെറുപ്പമാണല്ലോ, ഒരു 23 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. 23 ഒന്നും പറയണ്ട. പൈസ എടുത്തു കൊടുത്ത് നമുക്കറിയാമോ എന്തൊക്കെയാണ്. ഒരു സബ് വേക്കൊക്കെ ചെന്ന് കയറിയിട്ട് ഡൗൺ ടൗൺ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പ് ഡൗൺ കയറാൻ തുടങ്ങും. അങ്ങനെയൊന്നും വലിയ ഇതില്ലാതെ ഹോസ്പിറ്റലിലെത്തി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പുള്ളിക്കാരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരി. അപ്പോൾ അവൾ ലഞ്ചിന് വന്നേച്ചെന്നോട് പറഞ്ഞു ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു യു ക്യാൻ കം ആൻഡ് സ്റ്റേ വിത്ത് മീ. അങ്ങനെ പറഞ്ഞു. ശരി. അന്നേരം പിന്നെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ വണ്ടിയും കൊടുക്കുകയൊക്കെ ആയിട്ട് പോയി, അവരുടെ വീട്ടിൽ പോയി. മേരിക്കുട്ടി വാസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് മൈൻ. ശരി. അവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ കാനഡയിൽ തന്നെ ആണോ? ഉണ്ട്. അവർ അമേരിക്കയ്ക്ക് വന്നില്ല? ശരി. അങ്ങനെ പുള്ളിക്കാരിയുടെ കൂടെ ഫ്യൂ മന്ത്സോളം താമസിക്കുന്നതിന് മുന്നേ എൻ്റെ ക്ലാസ്മേറ്റും എൻ്റെ റൂംമേറ്റ് എന്ന് അവൾ റൂംമേറ്റായി, ലില്ലി എന്ന് പറയുന്നത് ക്ലാസ്മേറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ അപ്പാർട്ട്മെൻ്റൊക്കെ എടുത്ത് ഹോസ്പിറ്റലിനടുത്തോട്ട് പോയി. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാവുന്നതൊക്കെ കംഫർട്ടബിൾ.
നമുക്കറിയാം ഇവിടുത്തെ അതെ അതെ. രീതി. ആദ്യം വന്നപ്പോൾ പ്രയാസമായിട്ട് എന്താ തോന്നിയത്? ലാംഗ്വേജ് ആണോ, ജോലിയാണോ, എന്താണ്? അത് ഓൾ ടുഗദർ എവറിത്തിങ് വാസ് ടഫ്. പിന്നെ നമുക്കറിയാം എങ്ങോട്ടാ പോണേ, എന്താ ചെയ്യേണ്ടത്. അതെ പിന്നെ ഓരോരുത്തർ ഇപ്പം എല്ലാവർക്കും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ അതെ. മനസ്സിലായേ. പുള്ളിക്കാരി ടൊറൻറ്റോയിലെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ബസ്സിനൊക്കെ ഇതുണ്ടായിരുന്നു, മെട്രോ അല്ലേ? സ്ട്രീറ്റ് കാർ എന്ന് പറയും. സ്ട്രീറ്റ് കാർ. ഓ ശരി. ഇങ്ങനെ ഈ ഇലക്ട്രിക് ഇത്. ഓ ഓക്കെ, ട്രാം പോലുള്ളത്. അത് ആ തന്നെ. ആ അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ച് അപ്പാർട്ട്മെൻ്റ് എടുത്തിരുന്ന നോട്ട് ടു ഫാർ ഫ്രം ദ ഓ ഓക്കെ. മെയിൻ ഇത്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അവിടുന്ന് പോകാൻ എളുപ്പമായിരുന്നു. പടിക്കലോട്ട് ഇറങ്ങി ഒരു 1.5 ബ്ലോക്ക് നടക്കാമെങ്കിൽ മെട്രോ ട്രാം കിട്ടും. ഓ ശരി. അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരച്ച് ആ അങ്ങനെ പോകുമായിരുന്നു. പിന്നെ എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാനേജ് ചെയ്തു. ഓ ഓക്കെ. അന്ന് ആ കാലത്തൊക്കെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്നപ്പോൾ ഈ ഡോളറിലോട്ടുള്ള ഈ എക്സ്ചേഞ്ചൊക്കെ അങ്ങനെ പ്രയാസമായിട്ട് തോന്നിയായിരുന്നു? അതോ ഞാൻ കുറേ പൈസ കൊണ്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ അന്ന് വന്നപ്പോൾ ഇത്ര ഡോളർ നമുക്ക് അവിടെ കെട്ടി വെച്ചിട്ട്. ഓ അത് ശരി. എന്നാൽ ഒരു സെക്യൂരിറ്റി ബോണ്ട് ഉണ്ടായിരുന്നു. ആ അത്രയും പൈസ കൊണ്ടുവരണമായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് വലിയ പാട് വന്നില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ റീഫണ്ട് തരുമായിരുന്നു അവരെ. ഓ അത് ശരി. അപ്പോൾ പിന്നെ അത് എടുത്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടത്. അമ്മാമ്മയ്ക്ക് അന്ന് ഫുഡിനൊക്കെ ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നോ അങ്ങനെ? അതോ ഇവിടുത്തെ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ? അതവിടെ ഹോസ്പിറ്റലാവുന്നും പ്രശ്നം. ഞങ്ങൾ ഡൽഹിയിലൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ അന്നേരം വലിയ പ്രശ്നം അത്ര ഇതിൽ ബുദ്ധിമുട്ട് വന്നില്ല. അന്നേരം പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഞാനും എൻ്റെ റൂംമേറ്റും അവൾ ടിപ്പിക്കൽ കേരള പേഴ്സണാണ്. ഓക്കെ. ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമില്ല, ഞങ്ങളെല്ലാം തന്നെ വാങ്ങിച്ചെല്ലാം കുക്ക് ചെയ്തു. അന്നേരം ആദ്യ ദിവസം കുക്ക് ചെയ്യാൻ പോയത് അതിൽ അവർ പറഞ്ഞു. എന്താണ് ഗ്യാസിൻ്റെ ഒക്കെയാണോ? അല്ല, എന്തോ ഇന്ന് കൂട്ടാൻ വയ്ക്കുന്നതെന്ന് ചോദിച്ചു, ലില്ലിയോട് ചോദിച്ചു. ലില്ലി പറഞ്ഞു എന്നെ കൂട്ടാൻ വയ്ക്കുന്നത് നമുക്കൊന്നും പിക്കിള് കണ്ടുണ്ട്, നമുക്ക് ഇച്ചിരി സമ്മന്തി എല്ലാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അവൾ 2 മുളക് എടുത്ത് ചീനച്ചട്ടിക്കകത്തിട്ട് വറക്കാൻ തുടങ്ങി. എൻ്റെ അമ്മോ അവിടെ എല്ലാം സ്മെല്ല് അല്ലേ, പുകയടിച്ച് എല്ലാവരും തുമ്മാൻ തുടങ്ങി കാണും അല്ലേ? അവർ കയറി വന്ന് മേലെ, ഞങ്ങൾ മേലത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ കയറി വെച്ചൊരു വിളിച്ചുകാരായിരുന്നു. അവർ ചോദിച്ചു യു ഗോയിങ് ടു ഡു ദിസ് അഗെയിൻ എവറി ഡേ ചോദിക്കുക ഞങ്ങളോട്. ഞങ്ങൾ പറഞ്ഞു സോറി, ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. അത് ശരി. അവരെ മുഴുവൻ പോയിച്ച് ഇത് ആക്കിയല്ലേ അടിച്ചു. അന്ന് കാനഡയിൽ വന്നപ്പോൾ അമ്മാമ്മയ്ക്ക് പൊതുവെ ഇന്ത്യയിൽ ജോലി ചെയ്തോ അമേരിക്കയിൽ വന്ന് കാനഡയിൽ വന്ന് ജോലി ചെയ്തതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. പ്രകടമായ വ്യത്യാസം എന്തായിരുന്നു? കംഫർട്ടാണോ അതോ? ഇല്ല, കംഫർട്ടായിരുന്നു. ലാംഗ്വേജ് നമുക്ക് ഡൽഹിയിലൊക്കെ ആയിരുന്നുകൊണ്ട് ഇച്ചിരി കുറേയൊക്കെ പിടിയിരുന്നു. അതെ അതെ. ആ മറ്റേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോയാൽ കേരളത്തിൽ നിന്ന് പ്രയാസപ്പെട്ടു പോയാൽ അത്ര ഇതുണ്ടായില്ല. പിന്നെ ആഹാരമൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അങ്ങ് ഇങ്ങനെ കൂട്ടുകാരുണ്ടായിരുന്നതുകൊണ്ട് അതെ അതെ ഞങ്ങൾ അങ്ങനെ ഇത് ചെയ്തു. ആ ഹോസ്പിറ്റലിൽ എത്ര വർഷം ജോലി ചെയ്ത അമ്മ സത്യത്തിൽ? അവിടെ ട്രാൻഡങ്ങളിൽ 2 വർഷം ചെല്ലുവാണ് ജോലി ചെയ്തത്. പിന്നീട് അന്നേരം ഞാൻ നാട്ടിൽ പോയി കല്യാണം കഴിച്ചു. ഓക്കെ. അത് കഴിഞ്ഞ് തിരിച്ച് കാനഡയിൽ വന്നേച്ച് അന്നേരമാണ് പ്ലാൻ ഇട്ടത് പിന്നെ അമേരിക്കയ്ക്ക് വരാൻ. ഓ അത് ശരി. ആ കാര്യം നമുക്ക് അടുത്തത് പറയാവേ. ഗ്രാൻഡ് കിഡ്സ് കോളേജിലൊക്കെ കഴിഞ്ഞ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പം കോളേജിലാണ് പഠിക്കുന്നത്. ഓ അത് ശരി. അവരിപ്പോൾ മോനിപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞതേ ഉള്ളൂ. മോളിപ്പം 3rd ഇയർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി അവൾ ഫിസിഷ്യൻ അസിസ്റ്റൻ്റായിട്ട് അതിൻ്റെ ആദ്യത്തെ 3 വർഷം കഴിഞ്ഞിട്ട് ഇനി അവൾക്ക് പ്രോഗ്രാമിൽ കയറണം. മനസ്സിലായി. ശരി. അമ്മാമ്മ ഹ്യൂസ്റ്റൺ വന്നു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം ന്യൂയോർക്കാർ കേട്ടാൽ വിഷമിക്കണ്ട, ഫസ്റ്റ് വെതറാണ്. വേറെ കമ്മ്യൂണിറ്റിയെ പറ്റി പറഞ്ഞാൽ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ? അതോ വ്യത്യാസമൊന്നുമില്ലേ? കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ഞങ്ങൾക്ക് ഒത്തിരി പേരുണ്ടല്ലോ, ഫാമിലി തന്നെ. ഹ്യൂസ്റ്റൺ ടെക്സാസിൽ ഹ്യൂസ്റ്റണിൽ തന്നെ ഒരുപാട് പേരുണ്ട്. എൻ്റെ അനിയത്തിയുണ്ട്,
ആങ്ങളയുണ്ട്, ആഹാ എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ മക്കളുണ്ട്, ആഹാ. അമ്മാശൻ്റെ പിള്ളേർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഓ ശരി. അപ്പോൾ ഐ ഡോണ്ട് ഫീൽ എനി ലോൺലി. മനസ്സിലായി, ഒരു നഷ്ടമില്ല ന്യൂയോർക്കിൽ നിന്ന് വന്നതിൻ്റെ. പിന്നെ തമ്പി ഇവിടെ ഉണ്ടല്ലോ. കറക്റ്റ്. only the thing I miss is my church. ചർച്ച്. ഇവിടെ ചർച്ച് ഉണ്ട്, ചെറിയ ഇതാന്നുള്ളതേ ഉള്ളൂ, പക്ഷെ ഐ മിസ് ദാറ്റ് ചർച്ച്. അമ്മാമ്മ ലാസ്റ്റിൽ എന്നാ ഇന്ത്യ പോയത്? ഇങ്ങോട്ട് 11 വർഷമായി. 11 വർഷമായി. മൈസൂറിന് പോയിട്ടോ? അതോ മൈസൂറിൻ്റെ കാര്യമായിരിക്കും പറയുന്നല്ലേ 11 വർഷം? മൈസൂരിലും പോയത് 2011. 2011. പിന്നെ പോയിട്ടില്ല. അന്നൊക്കെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അമ്മമ്മയ്ക്ക്? അത്രയും വലിയ പാടില്ലായിരുന്നു. ആ ശരി. അമ്മമ്മ ലാസ്റ്റ് കണ്ട ഇന്ത്യ എങ്ങനെയായിരുന്നു? ഡൽഹിയിൽ നിന്ന് ഒക്കെ വിട്ട ഇന്ത്യ ആണോ? എന്തൊരു വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയാം. ആണല്ലേ? ആ, ഇന്ത്യ ഒത്തിരി ഡെവലപ്പ് ചെയ്തു. ഞാൻ ഈവൻ ഡൽഹിയിൽ പോയാൽ തന്നെ എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു അതൊന്നും കണ്ടാൽ പോലും അറിയില്ല. അതുപോലെ ഡൽഹിയിൽ ഈ 2011 ഡൽഹിക്ക് പോയിരുന്നോ? ഓ ശരി. ഡൽഹിയിൽ അമ്മാമ്മയ്ക്ക് വീടോ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല. ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഡൽഹിയിൽ ആരെങ്കിലും വിളിക്കാനുള്ള ഫ്രണ്ട്സോ അങ്ങനെ ബന്ധുക്കാരോ വല്ലതും ഉണ്ടോ? എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷെ അത്രയൊന്നും കണക്ഷൻ ഇല്ല. അമ്മാമ്മയുടെ ഡൽഹിയിലുള്ള ഫ്രണ്ട്സ് ബേസിക്കലി ഇപ്പോൾ എല്ലാം റിട്ടയർ ചെയ്തൊക്കെ വീട്ടിലൊക്കെ യുനോ ഈ ഓൾ ഇന്ത്യ താമസിക്കുമ്പോൾ ഈ പൊന്നുപിള്ള ചേച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടായിരുന്നോ? പൊന്നുപിള്ള ഇവിടെ വെച്ചാൽ കണ്ടത്. ഇവിടെ വെച്ചാൽ ഹ്യൂസ്റ്റണിൽ വെച്ചാൽ കാണുന്നത്. ഓക്കെ ഓക്കെ. നമ്മുടെ അക്കാമ്മ കല്ലിനെയോ? അക്കാമ്മയും ഞാനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു ഇതിന് പോയി, കോൺഫറൻസിനോ? ഒരു എന്താ പറയുക, സ്റ്റഡി വല്ലതാണോ? അല്ല, റിട്രീറ്റോ? നാട്ടിലൊരു ഇതിന് പോയി. ഓ അത് ശരി. ഒരു കൺവെൻഷൻ, ഒരു ടൂറല്ല. വീടിൻ്റെ അവിടുത്തെ നാട്ടിൽ ചെന്ന് കുറേ സർജറിയൊക്കെ ചെയ്യിച്ചു പിള്ളേർ. മെഡിക്കൽ മിഷൻ. അങ്ങനെയൊന്ന് പോയി. അതേതാ, മല്ലപ്പള്ളിക്ക് പോയതാണോ? അല്ല ഇല്ല, ഞങ്ങൾ കോട്ടയം. ഓ അത് ശരി. പിന്നെ പലയിടത്തും പോയി. കോഴഞ്ചേരി, കോട്ടയത്ത് കാരിത്താസിൽ കുറച്ച് മുച്ചുറി ഒക്കെ ഉള്ള അമേരിക്കൻ ഡോക്ടേഴ്സാണ്. സർജിക്കൽ അവരുടെ കൂടെ ആയിരിക്കും അല്ലേ? ഈ ജോൺ ഡബ്ല്യു വർഗീസ് കൊച്ചുമോൻ്റെ കൂടെ ഒക്കെ ആണോ? അല്ല, അറിയാവോ? ആ ഇല്ല. ഓക്കെ. ഞങ്ങൾ പോയത് ഇവിടെ ജോൺ, അല്ല എന്ന പുള്ളിയുടെ പേര് കൊച്ചുമോനാ? ആ കൊച്ചുമോനാ, അതാ ജോൺ ഡബ്ല്യു വർഗീസ്. പ്രോംറ്റ് അത് മല്ലപ്പള്ളി മാതനാശുപത്രിയിലും ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ചാണ് പോയി. റൈറ്റ്. ഓക്കെ. എൻ്റെ നാത്ത്, എൻ്റെ സിസ്റ്ററിലോ ന്യൂജേഴ്സിയിലെ രാജുവിൻ്റെ വൈഫും വന്നിട്ടുണ്ട്. ഓ ശരി. അക്കാമ്മയൊക്കെ ആയിരുന്നു അന്ന്. ഞാനിവിടെ അല്ലല്ലോ, പക്ഷെ എന്നാലും ഇവിടുത്തെ പലരും എനിക്ക് അറിയാമായിരുന്നു. ഒരു LC തോട്ടം. ഓ ശരി. അക്കാമ്മ, ഓക്കെ. അങ്ങനെ ആ പരിചയമാണല്ലേ? ഓക്കെ. അക്കാമ്മയായിട്ട് കൊണ്ടുപോയാലേ ഉണ്ട്. പിന്നെ അത് വന്നു മുതലേ ഞങ്ങൾ അക്കാമ്മയുടെ വീട്ടിലൊക്കെ പോയി. വി ഹാഡ് എ ഡിന്നർ. ഷി അറേഞ്ച് ഡിന്നർ ഫോർ എവരിവൺ. എവിടെയൊക്കെ? നാട്ടിലോ? ഓ ശരി. കരുനാഗപ്പള്ളിയോ അതോ വീട്ടിലെ? അതോ പിന്നെ കോഴഞ്ചേരിയിലോ? ഓക്കെ. അമ്മാമ്മ ശരിക്കും പറഞ്ഞാൽ ഹ്യൂസ്റ്റണിലെ ഇപ്പോൾ അമ്മാമ്മ റിട്ടയർഡ് ലൈഫൊക്കെ ആണല്ലോ. ഹ്യൂസ്റ്റണിലെ മലയാളീസിൻ്റെ ആവറേജ് ലൈഫൊക്കെ എങ്ങനെയാണ് അമ്മാമ്മ കമ്പയർ ചെയ്താൽ പറയാൻ പറ്റുന്നത്? ആർ ദേ ഇൻ ഗുഡ്? പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ they are very good. They all do good. I see that. They do really good. Okay. ഇങ്ങനെയൊന്നും ആരും കഷ്ടപ്പെടുകയും സ്ട്രഗിൾ ചെയ്യുന്നൊന്നും അതിലൊക്കെ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് ന്യൂജേഴ്സിയിലൊക്കെ ഞങ്ങൾ വന്ന സമയം. അതുപോലെ ഇങ്ങനെ ഇപ്പോൾ ആ സ്ട്രഗിളൊന്നും കാണുന്നില്ല.
പൊതുവേ യുനോ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേരൊക്കെ അമേരിക്കയ്ക്കൊക്കെ വരുന്നുണ്ടല്ലോ പഠിക്കാനും, പിന്നെ നാട്ടിലാണെങ്കിലും യുനോ അമേരിക്കയ്ക്ക് വരണമെന്ന് അവരൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താ? വാട്ട് ദേ ഷുഡ് ഡു? ഷുഡ് ദേ ചൂസ് മെഡിക്കൽ കരിയർ ഓർ ഡു? We cannot force anybody to do anything. If they want to do their mind set up for something, Yeah. I would let them go for that. Right. Yeah. Yeah, if you force, it won't be successful then. Yeah, it won't. No. Yeah. I don't think so. Maybe there are people who think, or they can make some. No, I would say no. Okay. അങ്ങനെയാണ്. അമ്മാമ്മ പൊതുവെ ഇപ്പം ഈ ഒരു ഏജിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അമ്മാമ്മയ്ക്ക് എന്താ കൂടുതൽ എന്നാ ഇങ്ങനെ ഒരു സിറ്റുവേഷനോടെ ഞങ്ങൾക്ക് ഹ്യൂസ്റ്റണിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനും, ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങോ അല്ലെങ്കിൽ ഒരു റീച്ച് ഔട്ടോ ഈ സെയിം പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കുറച്ചുകൂടി ഒരു മിംഗ്ലിംഗ് ഉണ്ടായിരുന്നെങ്കിലെന്നൊക്കെ ഉള്ള താല്പര്യം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കേಳಿ ചർച്ചിൻ്റെ ഇതുള്ളത് കൊണ്ട് വി ഡോണ്ട് ഫീൽ മച്ച് ലെസ്. വി ഹാവ് എ ഫീലിംഗ് ദാറ്റ് വി ഹാവ് സെക്യൂർ in a community that we can talk to. ആ മനുഷ്യരൊക്കെ ആണെങ്കിലും പള്ളി എന്ന് പറഞ്ഞ് വെറുതെ പള്ളിയല്ല, ഞങ്ങൾ വളരെ എല്ലാവരുടെയും കൂടുതൽ ഇൻഡെപ്ത് സംസാരവും കെയറിങ്ങുമാണ് അല്ലേ? ഓക്കെ. സോ യു ഡോണ്ട് ഫീൽ എനി ലോൺലിനെസ്? അമ്മാമിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ വരാനുള്ള അങ്ങനെയുള്ള സിസ്റ്റേഴ്സും ഇതൊക്കെ കണ്ടിരിക്കുന്ന തന്നെ എനിക്ക് ആനന്ദമാണ്. ഇതിലൊറ്റ മുരിങ്ങ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അമ്മാമ അച്ചായൻ തന്നെ ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നതല്ലേ? പിന്നല്ല. അതെ അതെ. ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു, അത് പടഞ്ഞു വീണ് ഇതെല്ലാം പോയി. ഒറ്റ ഒരു കായ ഉണ്ടായിരുന്നു, ഇപ്പൊ തണ്ട് പൂ പിടിച്ചു വരിക. ഈ മഴ കഴിഞ്ഞപ്പോൾ എല്ലാം പാവയ്ക്കയും വെണ്ടയ്ക്കയും എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. അതെ അതെ. ഇതൊക്കെ ഉണ്ടോ? കൃഷി ഉണ്ട്, കൃഷിയൊക്കെ ഉണ്ട്. കുറച്ച് ഉണ്ടോ? അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഇല്ല, ബട്ട് യുനോ പാവയ്ക്കായും വെണ്ടയ്ക്കായൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അറിയാം, പക്ഷെ അത് നമ്മളെന്തോ നോർത്ത് ഇന്ത്യയിലുള്ളവരല്ലേ വല്ലം കറി വെക്കത്തുള്ളൂ. കേരളത്തിലുള്ളവർ ശരി നോക്കട്ടെ, എൻ്റെ വീട്ടിൽ കാണും. ഓക്കെ. പിന്നെ അത് ചെത്തിയിട്ട് നല്ലപോലെ തോരൻ വയ്ക്കാം, തീയൽ വയ്ക്കാം, സബ്ജി ഉണ്ടാക്കാം, ഈ ചപ്പാത്തിക്കൊക്കെ കൂട്ടാം, അങ്ങനെ എല്ലാം ഉണ്ടാക്കാവുന്ന ഒരു സാധനം. ഇറ്റ്സ് വെരി ഗുഡ്, ടേസ്റ്റി. അതെന്ന് പറഞ്ഞാൽ ലോക്കിയാണോ? അല്ല, നമ്മൾ ഹിന്ദി പറയുന്ന ലോക്കിയാണോ? അല്ല, അതിനൊരു മുള്ളു പോലെ ഒരു സാധനം ഉണ്ട്, അതിൻ്റെ പുറത്തുള്ള ഒരു അരം പോലെ. കാണിച്ചു തരാം. ഇല്ല, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കണ്ട നിൽക്കില്ലേ? നിൽക്കുന്ന കണ്ടില്ലേ? കണ്ടു. ഞാനത് റെക്കോർഡ് ചെയ്തോളാം. താങ്ക് യു. അമ്മമ്മ പാട്ടോ വല്ലോ അങ്ങനെ വല്ലോ പാടുവോ വല്ലതും ചെയ്യുമോ? പാടും. പള്ളിയിൽ സ്വരമൊക്കെ അത്രയും ഇതായിട്ടുള്ളതല്ലേ? 2 ലൈൻ പാടാവോ? എന്താ പാടേണ്ടി? ക്രിസ്ത്യ പാട്ട് മതി, ഏതെങ്കിലും പാടാമെങ്കിൽ ഒരു 2 ലൈൻ. ഇനി സംസാരിക്കാൻ പോകുന്നത് മക്കളെപ്പറ്റിയും ഹ്യൂസ്റ്റനെ പറ്റിയും കൂടെ അല്ലേ? ഓക്കെ. ഞാൻ അത് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയാണ്. 2 പെൺമക്കൾ. ഒരു മിനിറ്റ്. എവിടെ ആയിരുന്നു? നാട്ടിൽ ജനിച്ചതെന്നും പേരൻസ്? ഒരു മിനിറ്റ്. പറയാൻ തുടങ്ങിക്കോ. ടെസ്റ്റാണ്. പാട്ട് പാടുമോ മാമ? ഒരു ലൈൻ. മൈക്ക് ടെസ്റ്റാ. ഓക്കെ. എൻ്റെ പേര് മിസ്സസ് എലിയാമ്മ സാമുവൽ, കുഞ്ഞുമോളെന്നും അറിയപ്പെടുന്നു. ഓക്കെ. ഹലോ, ഇതെൻ്റെ ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ വന്ന സാറിനോടും വളരെ നന്ദിയുണ്ട്. എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനും ഒക്കെ ഒരവസരം കിട്ടി.
hopefully we'll see that more people coming up and talking about this. I hope this will help someone. That is my intention. Okay, I especially say thank you to സെനി Seni. Thank you. എൻ്റെ പേര് കുഞ്ഞ്, ഒഫീഷ്യൽ നെയിം ജോൺ സാമുൽ എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് കുന്നം അരയമ്പാറ, റാന്നിക്കടുത്തുള്ള, റാന്നിയിൽ നിന്ന് 10 മൈൽ കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ വല്യപ്പച്ചൻ്റെ കാലത്ത് എൻ്റെ അപ്പൻ ആ സ്ഥലത്ത് പോയി അതിരാവിലെ എന്നുള്ള പാട്ട് പാടിയോ? വേണ്ട, ഇപ്പോൾ അത് അതിരാവിലെ വേണ്ട